ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ചിക്കൻ മജ്ബൂസാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ അതിൻ്റെ ദീപാവലി അല്ലേ, എല്ലാവരും മധുരപലഹാരങ്ങളൊക്കെ ശരിയാക്കുവാണോ? അതിൻ്റെ തിരക്കിലാണോ? എല്ലാവർക്കും ഹാപ്പി ദീപാവലി. എല്ലാവരും സന്തോഷമായിട്ട് മധുരപലഹാരങ്ങളൊക്കെ കഴിക്കുക, പിന്നെ പടക്കം പൊട്ടിക്കുക, കമ്പിത്തിരി എല്ലാം കത്തിക്കുക, ആഘോഷങ്ങളൊക്കെ ചെയ്യുക. പിന്നെ ദീപാവലിക്ക് എല്ലാവരും എണ്ണ തേച്ചൊരു കുളിയൊക്കെ ഉണ്ടല്ലോ നാട്ടിലായിരുന്നപ്പം, അതുമൊക്കെ എല്ലാവരും നടത്തട്ടെ. അപ്പം ഞാനും എൻ്റെ ലിയോയും പ്രവാസികളും ഒക്കെ ഇവിടെ ഇരുന്ന്, എന്നെപ്പോലുള്ള ഒത്തിരി പ്രവാസികൾ ഇതുപോലെ ഓരോ രാജ്യത്തിരുന്ന് നിങ്ങളുടെ ആഘോഷങ്ങൾ കണ്ട് സന്തോഷിക്കാം. പിന്നെ നമ്മുടെ നാട്ടിലിപ്പം മഴയായല്ലേ, തുലാവർഷം വന്നു, മഴയായി. വേണ്ട ഇത് കണ്ടോ, ഞാൻ ആദ്യം ഇത് നമ്മൾ ശരിയാക്കുന്നതിന് മുമ്പ് ശരിയാക്കി എടുക്കാനായിട്ട് കണ്ട് നമ്മൾ ഇത്തിരി വെള്ളം വെച്ചു ഒന്ന് ചൂടാക്കുന്നു. ഇത് നമ്മൾ നല്ലതുപോലെ ക്ലീൻ ചെയ്തൊക്കെ വച്ചിരിക്കുകയാണ്. നല്ല രീതിയിൽ ചൂടായി. ഒന്ന് മെല്ലെ ഇവരെല്ലാം ഒന്ന് ഇടുക. ഞാൻ കട്ട് ചെയ്തിട്ടില്ല, രണ്ടായിട്ട് മാത്രമേ കട്ട് ചെയ്തുള്ളൂ. അപ്പോൾ ഇതിനകത്തിട്ട് ഇത് കഴിഞ്ഞിട്ടെടുത്താണ് ഞാൻ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇച്ചിരി നേരം ഒന്ന് അതിൻ്റെ കൊഴുപ്പും ഇതുമെല്ലാം പോവാനായിട്ട് നമ്മൾ ഒട്ടും എണ്ണയോ നെയ്യോ അങ്ങനെയൊന്നും ചേർക്കാതെ ഇതുണ്ടാക്കുന്നത്. നമ്മൾ നല്ല ക്ലീൻ ചെയ്ത് വെച്ച് ഞാൻ കാണിച്ചല്ലോ ഇപ്പോൾ നേരത്തെ. അപ്പം അത് ഒന്ന് ചെറിയ ചൂടുവെള്ളത്തിൽ നമ്മളിട്ട് ഒന്ന് ഇതാക്കും. ഇതിനകത്ത് സ്കിന്നും കൂടെ എടുത്താണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്കിന്നിനകത്ത് എന്തെങ്കിലും കോഴിയുടെ രോമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോവാൻ വേണ്ടിയാണ്. അത് നമ്മുടെ ഉള്ളിൽ ചെന്നാൽ അത് നമുക്ക് വയറ്റിന് അസുഖവും ഛർദിലും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം പിന്നെ അത് മാത്രമല്ല, ഇതിനകത്തുള്ള എന്തെങ്കിലും തൊലിയിടാത്തുള്ള നെയ്യും അതും ഇതും ഒക്കെ എന്തെങ്കിലും ഉള്ള കൊഴുപ്പുകളും ഒക്കെ പോകാനാണ്. ഈ വെള്ളം പിന്നെ നമ്മൾ ഊറ്റിക്കളയുകയാണ് ഒരു ഇത്തിരി നേരം വെച്ചിട്ട്. പിന്നെയാണ് നമ്മളത് ബാക്കി പരിപാടികളൊക്കെ ചെയ്യുന്നത്. തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ ഒന്നെടുത്ത് പുറത്ത് മാറ്റിയിട്ട് ഞാൻ ഇവരെല്ലാം വെളിയിലെടുത്ത് നമ്മൾ വെള്ളം പോകാനായിട്ട് എടുത്ത് വെക്കണം. നമ്മൾ മൊത്തം വേവിക്കരുത്, വേവിച്ചാൽ അത് ശരിയാവത്തില്ല. അതിനകത്ത് നമ്മൾ പിന്നെ അരപ്പൊക്കെ ഇട്ട് വേവിച്ചാൽ അതിനകത്തെല്ലാം അരപ്പൊക്കെ പിടിക്കണ്ടേ, അതുകൊണ്ടാണേ. അപ്പം നമ്മൾ അത് വെള്ളത്തിൽ നൂറ്റി വെള്ളം പോകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ മസാലയൊക്കെ ഇട്ടു. ഇതിനകത്ത് ഞാൻ 2 സവാള ഇട്ടു. അത് ചെറുതായിട്ട് വാട്ടി വെളുത്തുള്ളി ഇഞ്ചി അതുമെല്ലാം ഇത്തിരി ഒന്ന് ചെറുതായിട്ട് വാട്ടി. നമ്മൾ ഗരം മസാലയുടെ എല്ലാം എന്ന് പറഞ്ഞാൽ പെരുംജീരകത്തിന് പകരം നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന ജീരകവെള്ളം ഇല്ലേ, അതിൻ്റെ ജീരകമാണ് ഇടേണ്ടതിന്. അതാണ് ഇതിനകത്ത് വ്യത്യാസം വരുന്നത്. ബാക്കിയെല്ലാം ഒരു ഇച്ചിരി കറുകപ്പട്ട, ഗ്രാമ്പൂ, ഏലക്കയ്ക്കും വ്യത്യാസമുണ്ട്. ഏലക്കയ്ക്ക് നമ്മുടെ ആ ഏലക്കയല്ല, ഇതാണ്ട് ഇത് കണ്ടോ, ഒരു കറുത്ത ഏലക്ക എന്ന് പറഞ്ഞ് മേടിക്കാൻ കിട്ടും നമുക്ക്. അതാണ് ഇതിനകത്ത് ചേർക്കേണ്ടത്. അത് നിങ്ങൾക്ക് അറിഞ്ഞില്ലെങ്കിലെന്ന് വെച്ചാൽ ഞാനത് ചേർക്കാതെ വെച്ചിരുന്നത്. അത് ഇട്ടു. പിന്നെ നമ്മുടെ ഉണക്ക നാരങ്ങ, പച്ച നാരങ്ങ നീര് പിഴിഞ്ഞല്ല ഇടുന്നത്, ഉണക്ക നാരങ്ങയാണ് ഇടുന്നതിനകത്ത്. പിന്നെ നമ്മൾ ഇലയുണ്ടല്ലോ, ബിരിയാണി ഇല, അതും ഇടണം. പിന്നെ നമ്മുടെ മാഗി ട്യൂബിൻ്റെ അകത്തുനിന്നും നമ്മുടെ ചിക്കൻ മാഗി ട്യൂബ് കിട്ടുമല്ലോ, അതിനകത്തുനിന്നും ഉള്ളത് ഇടണം. അപ്പോൾ ഈ ചിക്കൻ മാഗി ട്യൂബ് ഇടുമ്പോഴൊരു കാര്യമെന്ന് പറഞ്ഞാൽ അതിന് ഒരു ഉപ്പുണ്ട്, അതുകൊണ്ട് ഉപ്പൊക്കെ നോക്കി വേണം ചേർക്കാൻ. വേണ്ട ചിക്കൻ മാഗി ട്യൂബ് നമ്മളിതിനകത്തോട്ടിടണം. എനിക്ക് ഒരു കൈ കൊണ്ട് വലിയ സ്വാധീനം ഇല്ലേ, എപ്പോഴും പറയുമ്പോൾ നിങ്ങൾ പറയും ഇവർക്ക് വേറെ പണിയൊന്നും ഇല്ലേന്ന്. എന്നാലേ എനിക്കിഷ്ടമാണ് നിങ്ങളോട് വർത്താനം പറയാൻ, മിണ്ടാൻ വരാൻ. ഇട്ടിട്ടു. ഒന്നും കൂടെ ഉണ്ട് ഒരു ഇതിനകത്ത്, നമ്മൾ ഒരെണ്ണേ ഇട്ടുള്ളൂ, നോക്കിയിട്ട് വേണം ഇടാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മളിട്ട ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും സവാളയൊന്നും ഒത്തിരി നല്ലതുപോലെ ഒന്നും വാടുകയൊന്നും വേണ്ട, കുറച്ച് വാടിയാൽ മതി. നമ്മൾ ഇതിനകത്തോട്ട് ഇനി ചിക്കൻ ഇട്ടിട്ട് വേവിക്കുകയാണ്.
വേവിച്ചിട്ടെടുത്ത് നമ്മൾ വറുക്കത്തില്ല, എണ്ണയിൽ വറുക്കത്തില്ല, അല്ലാതെ ഗ്രിൽഡ് ചെയ്തെടുക്കും. അങ്ങനെ എടുക്കുന്നു. ഒരു ഇച്ചിരി നേരം ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അരപ്പൊക്കെ എടുത്തിട്ട് വയ്ക്കുക. പിന്നെ ഒരു ഇത്തിരി കഴിയുമ്പോൾ ഇതിനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഉപ്പൊക്കെ നോക്കി വേവിക്കുക. അത് കഴിഞ്ഞ് ചിക്കൻ വെന്തുവെന്ന് ആയിട്ടുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റിയിട്ട് ഇതിനകത്ത് തന്നെയാണ് നമ്മൾ പിന്നെ അരി ഇടുന്നത്. അപ്പോൾ ഇതിനകത്ത് എത്ര വെള്ളമുണ്ടോ അത് നോക്കിയിട്ട് ഞാൻ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിക്കും. 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചപ്പോഴൊക്കെ എനിക്ക് ബിരിയാണി ആയാലും ഇതായാലും അങ്ങ് വെന്ത് പോവുമായിരുന്നു. അപ്പം ഞാൻ 1.5 ഗ്ലാസ് വെള്ളം ഒഴിക്കൂ. അപ്പോൾ നമുക്ക് ഒക്കെ ആയിട്ട് നിങ്ങളടുത്ത് കാണിക്കാം, ഇടയ്ക്കിടയ്ക്ക് കാണിച്ചു തരാം. പിന്നെ നിങ്ങൾ വിചാരിക്കും ഈ അറിയാത്തവരൊക്കെ എന്തിനാണ് ഇതിന് പോകുന്നത്, നിങ്ങൾക്കിതിൻ്റെ വരുമാനമാണോ ആഗ്രഹം, നിങ്ങൾ ഈ വരുമാനം ആഗ്രഹിച്ചായിരിക്കും എല്ലാവരും യൂട്യൂബ് തുടങ്ങുന്നതെന്നായിരിക്കും എല്ലാവരുടെയും വിശ്വാസം. പക്ഷെ ഞാൻ എൻ്റെ വരുമാനം ആഗ്രഹിച്ചല്ല. എനിക്കിപ്പോൾ ഒത്തിരി പ്രയാസങ്ങളുണ്ട്. അതിനകത്തു നിന്നൊക്കെ മോചനം കിട്ടാനും ഒക്കെയാണ് ഞാനൊന്ന് നിങ്ങളോടൊക്കെ സംസാരിക്കാനൊക്കെ വരുന്നത് കൂടുതലും. പിന്നെ ഞാൻ ഇത്രയും വർഷം ഇവിടെ നിന്നു. ഞാനുണ്ടാക്കുന്നതിൻ്റെ ടേസ്റ്റുകൾ എൻ്റെ മക്കൾക്ക് പോലും അറിയില്ല. ഇവിടുത്തെ മക്കളാണ്, ഞാൻ 14 കൊല്ലമായി ഈ ഭവനത്തിൽ വന്നിട്ട്. അപ്പോൾ ഇവിടുത്തെ മക്കൾക്കാണ് എൻ്റെ ടേസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ അറിയുന്നത്. എൻ്റെ മക്കൾക്ക് അറിയില്ല. നാട്ടിൽ ചെന്നാലും കൂടുതലും എനിക്ക് നാട്ടിൽ ചെന്നാലും ഞാൻ ജോലിക്ക് പോകുമായിരുന്നു 1 മാസം കിട്ടിയാലും. അപ്പോഴും എൻ്റെ അമ്മയാണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം എൻ്റെ മക്കൾക്ക് അറിയത്തില്ല. എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ഓർത്തിരിക്കാൻ വേണ്ടി എൻ്റെ ഫോണിലൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടാലോ ഫോട്ടോ എടുത്തിട്ടാലോ നിൽക്കില്ല. എന്താ വെച്ചാൽ എൻ്റെ ഫോൺ ഒരു സാധാ ചെറിയ ഫോണാണ്. അത് കുറച്ച് കഴിയുമ്പോൾ തന്നെ അതിനകത്ത് ഫോട്ടോ നിറഞ്ഞ് അങ്ങ് ഡിലീറ്റാക്കി കളയുകയാണ്. അപ്പോൾ എനിക്ക് പറ്റുന്നില്ല. അപ്പോഴും ഞാൻ ആലോചിച്ചു, യൂട്യൂബിലാവുമ്പോൾ അതവിടെ കിടന്നോളും, എത്ര നാൾ കഴിഞ്ഞാലും നമുക്ക് എപ്പോൾ വേണേലും കാണാം. പിന്നെ എൻ്റെ മക്കളൊക്കെ വന്ന് നോക്കുമ്പോൾ അമ്മൂമ്മ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു, അമ്മൂമ്മ ഇങ്ങനെ ഗൾഫിൽ പോയിരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അതുങ്ങൾ പറയും, പിന്നെ അമ്മൂമ്മ പോയി എന്ന് പറയും. അതും വരരുത്. അപ്പം ഞാൻ ഏത് വർഷമാണ് ഞാനിവിടെ നിന്നത്, ഏത് ദിവസമാണ്, അതെല്ലാം അറിയാൻ വേണ്ടിയും കൂടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എൻ്റെ കൂടെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പിന്നെ എപ്പോഴും നോക്കുമ്പോഴും എൻ്റെ ലിയോക്കുട്ട ഉറക്കമാണല്ലോ. അത് രാത്രി അവന് ഉറക്കമില്ലെന്നേ. പകലാണ് അവൻ ഉറങ്ങുന്നത്. ഒരു 2 മണി വരെ അവൻ ഉറക്കമാണ്. പിന്നെ അവൻ പന്തൊക്കെ കളിക്കാറുണ്ട്. അതൊക്കെ കളിക്കുമ്പോൾ ഒന്നും എനിക്ക് വീഡിയോ പിടിക്കാൻ പറ്റാറില്ല. അപ്പോൾ എനിക്ക് അന്നേരം ജോലിയായിരിക്കും. അപ്പം ഒന്നും എൻ്റെ ഫോൺ കാണില്ല. അങ്ങനെ ഇത്തിരി നേരം ഇത് അടച്ച് വയ്ക്കട്ടെ. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് ഞാൻ നിങ്ങളോട് വർത്തമാനം പറഞ്ഞിട്ട് ചെയ്തപ്പോഴുണ്ടല്ലോ, അത് മുറിക്കാതിട്ടു. മുറിച്ചിട്ടിട്ടാലുണ്ടല്ലോ നമുക്ക് നല്ലതുപോലെ വേഗം അതിനകത്ത് അരപ്പൊക്കെ പിടിക്കുന്നതാ. ഇത് കണ്ടോ, നമ്മളിത് 2ആക്കി, കാല് വേറെയും ഉടൽ വേറെയും ഒക്കെ എടുത്ത് 2ആക്കി അങ്ങനെ ഞാൻ മുറിച്ചിട്ടിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ മുറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവർ വേഗം അതിനകത്ത് നല്ല മസാലയൊക്കെ പിടിക്കുകയും ഉപ്പ് പിടിക്കുകയും എരിവ് പിടിക്കുകയും ഒക്കെ ചെയ്യും, വേഗം വേകുകയും ചെയ്യും. വെള്ളം ഒഴിക്കാത്തതുകൊണ്ട് ഇതിനകത്ത് നമ്മളിട്ട മസാലയിൽ തന്നെ ആകുമ്പോൾ ഇതിനകത്തൊന്നും ഇത്തിരിയൊക്കെ നമ്മൾ തിളപ്പിച്ചെങ്കിലും ഇത്തിരിയൊക്കെ വെള്ളം ഇറങ്ങുമല്ലോ. അതുകൊണ്ട് അതിനകത്ത് കിടന്ന് വേകുമ്പം ഇതിനകത്ത് ചിക്കൻ നല്ലോണം പെട്ടെന്ന് വേകും. നമുക്ക് എന്നിട്ട് വേണം ഒന്നുകൂടെ ഇച്ചിരി നേരം കിടന്നിട്ട് വേണം വെള്ളം ഒഴിക്കാൻ. പിന്നെ നിങ്ങളോടൊരു പ്രത്യേകം കാര്യം പറയാൻ മറന്നുപോയി. ഇതിനകത്ത് ചിലർ 2ഉം 3ഉം തക്കാളിയൊക്കെ അടിച്ചൊഴിക്കും. എനിക്കാണെങ്കിൽ ഞാൻ അങ്ങനെ അടിച്ചൊഴിച്ചൊക്കെ ഉണ്ടാക്കിയപ്പോൾ ചോറ് എന്തോ ഒരു നല്ല എന്താ പറയുക, കുഴഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനാണെങ്കിൽ ഇതിനകത്ത് ഇത്തിരി തൈരാണ് ചേർക്കുന്നത്. തൈരും ചേർക്കും, നമ്മുടെ വിനാഗിരിയും ചേർക്കും. അതിനെ നമ്മൾ വിനാഗിരി എന്ന് പറയും, ചിലയിടത്ത് വേറെ എന്തൊക്കെയോ പറയുന്നത്. അതുകൊണ്ടാണ് ഞാനത് കാണിച്ചത്. വിനാഗിരി ചേർത്തിട്ടുണ്ട് ഞാൻ. കൂടെ കഴിക്കാനായിട്ട് ഉണ്ടാക്കുന്ന കറി എന്ന് പറഞ്ഞാൽ തക്കാളിയാണ്. തക്കാളി നമ്മൾ മുഴുവനെ ഇട്ട് ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് തിളപ്പിക്കും. അതിൻ്റെ കൂടെ 2 വറ്റൽമുളക് ഇടും. എരിവില്ലാത്ത മുളകാണ് ഇടേണ്ടത്. നമ്മൾ കാശ്മീരി മുളകുണ്ടെങ്കിൽ 2 എണ്ണം ഇട്ട് അതും കൂടെ തിളപ്പിച്ചെടുക്കും. തിളച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ തക്കാളിയുടെ നമ്മുടെ മേളിരിക്കുന്ന സ്കിന്നില്ലേ അതെടുത്ത് മാറ്റി മിക്സിക്കകത്തിട്ടിട്ട് ഒരു ഇച്ചിരി മല്ലിയിലയും 2 വെളുത്തുള്ളിയും ഈ മുളകും കൂടെ അടിക്കും. ചിലരാണെങ്കിൽ
അത് നല്ല നല്ല കളറ് കിട്ടാനാണ് നമ്മൾ കാശ്മീരി മുളക് ചേർക്കുന്നത്. കാശ്മീരി മുളക് അങ്ങനെ ഇല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടി ആയാലും അടിക്കാൻ നേരത്ത് ചേർത്താൽ മതി. അല്ലെങ്കിൽ ചിലർ പച്ചമുളക് ഇട്ട് അടിക്കാറുണ്ട്. അടിച്ചിട്ട് നമ്മൾ അത് അടുപ്പിൽ വെച്ച് കടുകൊന്നും വറുക്കണ്ട, ചട്ടിയിലോട്ട് നമ്മളിത് ഒഴിച്ച് ഇച്ചിരി കൂടുതൽ വെള്ളം ഒഴിച്ച് അത് ശരിയാക്കി എടുക്കും. ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഉപയോഗിക്കുന്ന കറി അതാണ്. ഓക്കെ, ഞാൻ ഇത്തിരി കൂടെ കഴിഞ്ഞ് വരാം. ഇത്തിരിയും കൂടെ നേരെ ഇവിടെ ഇരുന്നിട്ട് വെള്ളം ഒഴിക്കാം. അപ്പോഴും നമ്മളിതാ ഇതിനകത്ത് കുറേ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഈ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ഉപ്പ് നോക്കണം, ഉപ്പ് കൂടുതലാണോ എന്ന് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കണം. ചിക്കൻ വേവുന്നതിന് ചിക്കനകത്ത് ഉപ്പ് പിടിക്കേണ്ടതല്ലേ. ഇപ്പോൾ ഇതിനകത്ത് വേവുമ്പോഴുള്ള ഉപ്പ് പിടിക്കുന്നത് ചിക്കനകത്ത് പിടിക്കാനുള്ള ഇതുള്ളൂ. അതുകൊണ്ട് ഉപ്പൊക്കെ നോക്കുക. പിന്നെ പറയാൻ മറന്നുപോയ ഒരു പ്രത്യേക കാര്യമുണ്ട്. ഇതിന് നമ്മൾ മസാല എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ പൊടിച്ചെടുക്കുന്നതാണ്. കടയിൽ മേടിക്കാൻ കിട്ടുമെന്നാണ് തോന്നുന്നത്, പക്ഷേ നല്ല വിലയാണ് ഇവിടെ. എന്ന് പറഞ്ഞാൽ അറബി മസാലയാകുമ്പോൾ അത് നല്ല വിലയാണ്. പക്ഷെ അത് ഞങ്ങൾ തന്നെ ഇപ്പോൾ ഇവിടെ ശരിയാക്കി എടുക്കുന്നതാണ്. നമ്മൾ ഗരം മസാലയുടെ കൂടെ പിന്നെ ജീരകം പൊടിക്കണം, മല്ലി പൊടിക്കണം. ഗരം മസാലയുടെ സാധനമായിട്ട് നമ്മൾ പെരുംജീരകം ഇടാതെ അതിൻ്റെ കൂടെ ജീരകം, സാദാ ജീരകം, നമ്മൾ വെള്ളം തിളപ്പിക്കുന്ന അവിയലിനൊക്കെ ഇടുന്ന ജീരകമില്ലേ, അതും മല്ലിയും ഒക്കെ പൊടിക്കണം. അതിൻ്റെ കൂടെ തന്നെ പൊടിച്ച് എടുത്ത് നമ്മൾ അപ്പോഴും മിക്സിയിൽ പൊടിച്ചെടുക്കുകയാണ് അപ്പോഴപ്പം നമ്മൾ ആവശ്യത്തിനുള്ളത്. പിന്നെ ബാക്കി ഇടുന്നതെല്ലാം പറഞ്ഞു. പിന്നെ ഇത്തിരി മുളക് പൊടി ഇട്ടിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇത്രയും മാത്രമേ ഞാൻ മസാലയായിട്ട് ഇട്ടിട്ടുള്ളൂ. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മുടെ ചിക്കനൊക്കെ വെന്തു. ചിക്കൻ ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് അരി ഇട്ടിട്ട് ഉപ്പ് നോക്കി ഉപ്പ് ഇത്തിരി വെള്ളത്തിൽ മുന്നിൽ നിൽക്കണം, എന്നാലാണ് ആ ചോറിന് ഉപ്പുണ്ടാകത്തുള്ളൂ. ഇത് തിളയ്ക്കുന്നുണ്ട്. നമ്മൾ അടച്ചു വെച്ചു. ഇത്തിരി നേരം ഇരുന്ന് വേകട്ടെ. 1.5 ഗ്ലാസ്സാണ്, 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചത്. ആ മസാലകളൊക്കെ തന്നെയാണ് ഇതിനകത്ത് കിടന്നിപ്പോൾ വേവുന്നത്. നമ്മുടെ ചിക്കൻ വെന്തതെല്ലാം ഞാൻ ഇതിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് വെച്ച് ഗ്രിൽഡ് ചെയ്യാം. ഒരു 5-10 മിനിറ്റ് വേണ്ടി വരത്തില്ല. ഇത് വെന്ത ചിക്കൻ ആയതുകൊണ്ട് വേഗം ആവും. നമുക്കപ്പോൾ ഓരോന്നെടുത്ത് ഇതിനകത്തേക്ക് വയ്ക്കാം. ഒരു ചൂടുള്ളതുകൊണ്ടാണ്. ഇത് പപ്പടം കുത്തുന്ന സാധനമാണ്. ഒരു ഉപയോഗത്തിനുള്ളത് ഇപ്പോൾ പല ഉപയോഗങ്ങൾ നടക്കുകയാണ്. ഇതിനകത്ത് 3 എണ്ണം നല്ലതുപോലെ ഇരിക്കും, 4 എണ്ണം ഇരിക്കും. പക്ഷേ ഞാൻ 3 എണ്ണേ വയ്ക്കുന്നുള്ളൂ. പിന്നെ നമുക്കൊന്നും കൂടെ വയ്ക്കാമല്ലോ, അതുകൊണ്ട്. ഓണാക്കിയിട്ടുണ്ട്. ഇനി നമുക്കതാ 10 മിനിറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ 200 വെച്ചത്. അതാകുമ്പോൾ അത്രയും ടൈം ആകുമ്പോൾ കൂടുതലായി പോവും. അപ്പോൾ അത് നമ്മൾ കുറയ്ക്കുകയാണ്. ഒരു 75 വെച്ചിട്ടുണ്ട്. 5 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. അദ്ദേഹം റെഡിയാകുമ്പോഴത്തേക്ക് നമ്മുടെ ചോറും റെഡിയാവും. നമ്മുടെ ചിക്കനൊക്കെ റെഡിയായിട്ടുണ്ട്. ബാക്കിയുള്ളത് എന്താ വെച്ചു റെഡിയായിട്ടുണ്ട്. നമുക്കിത് ചോറിലേക്ക് എടുത്ത് വയ്ക്കാം. ഇതുണ്ടോ, ഇവരുടെ വെള്ളമൊക്കെ പറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മളിത് തീ കുറച്ച് വയ്ക്കണം. അപ്പം അതിന് മുമ്പ് നമ്മൾ പൊടിച്ച് വെച്ച ഇതിൻ്റെ മസാല ഉണ്ടല്ലോ, അത് ഇത്തിരി ഇങ്ങനെ മുകളിൽ തൂവി കൊടുക്കണം. നമ്മളിതിന് വേണ്ടി പൊടിച്ച മസാല ഉണ്ടല്ലോ, അത് നല്ല ഒന്ന് തൂവി കൊടുക്കുക. എന്നിട്ട് തീ കുറച്ച് വെച്ച് ഇത്തിരി നേരം കൂടെ അവിടെ ഇരിക്കുക. ഇതിനകത്ത് മല്ലിയില, പുതിനയില ഒന്നും ഇതിനകത്ത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിതിനെ അടച്ചു വയ്ക്കുക. തീ കുറച്ചിട്ട് വേണം നമ്മൾ അടച്ചു വയ്ക്കുക. ഒരു 5-10 മിനിറ്റ് ഇരിക്കുമ്പോഴത്തേക്ക് സംഭവം റെഡിയാവും. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ ചോറ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. വേണ്ടോ ഉണ്ടോ, കുഴഞ്ഞിട്ടേ ഇല്ല. കുഴയാതെ നല്ലതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ചോറ്. തീയൊക്കെ അണച്ചിട്ടുണ്ട്, ഒരിടത്തും പിടിച്ചിട്ടില്ല, നല്ലതുപോലെ ആയി. പിന്നെ അതിനുള്ള തക്കാളി ഇവിടെ വെന്തുകൊണ്ടിരിക്കുന്നതിനുള്ള ചാറിനുള്ള, പിന്നെ നമ്മുടെ ചിക്കനും കാണിച്ചു തരാം. ഇതാ കണ്ടോ, നമ്മൾ സെറ്റ് ചെയ്തു. ഇതിനകത്ത് വെക്കുന്നതിന് മുമ്പ് നമ്മുടെ 2 കഷ്ണം പോയിട്ടുണ്ട്. 2 പേര് ഫുഡ് കഴിച്ചു വെച്ചിട്ട് 2 കഷ്ണം പോയി, ബാക്കി നമ്മൾ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്.
റെഡി ആയിട്ടുണ്ട്. സൂപ്പറാണോ? ലിയോ എന്ത് ലിയോ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുവാണോ? ലിയോയ്ക്ക് നേരം വെളുത്തോ? ലിയോ ഫുഡിന് വന്നിരിക്കുവാണോ? ഞങ്ങളപ്പോൾ വൈൻഡപ്പ് ചെയ്യാം.